السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعه. ആ ആയത്തിനെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. അവിടെ അവർ കാണുക ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് കേൾക്കാൻ കൂടി സാധ്യമല്ല എന്ന ഒരു വിഷയം നമ്മൾ ചില ആയത്തുകളെല്ലാം ഉദ്ധരിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോ ആ ആയത്തിന് ശേഷം അള്ളാഹു പിന്നീട് പറയുകയാണ്, ഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാഅ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചൊരു വിഷയം, അവർ കേൾക്കാതിരിക്കുക മാത്രമല്ല, സംസാരിക്കാനും സാധ്യമല്ല എന്നൊരു വിഷയം നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. ഫലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ് ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാതി ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം വഖാലു ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി വഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനനാ ഇലൈഹി മുരീബ്. അവര് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ അവര് അതിനെക്കുറിച്ച് സംസാരിക്കാത്ത അവസ്ഥയും സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിശാലമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയുന്ന ഒരു വിഷയമാണ്, നമ്മൾ അവിടുന്നാണ് ഈ ആഴ്ച തുടങ്ങേണ്ടത് അല്ലെ? ഫഹസിബല്ലദീന കഫറു എന്നുള്ള തുടങ്ങേണ്ടത്. അതെ അതെ അതെ. ഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാഅ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. അപ്പൊ നിഷേധികൾ ധരിക്കുന്നുവോ, അവർ കരുതുന്നുവോ, അൻ യത്തഖിദു ഇബാദി, എന്റെ ദാസന്മാരെ അവര് എന്നെ കൂടാതെ പങ്കാളികളാക്കി മാറ്റുവാൻ, സ്വീകരിക്കുവാൻ അവർ തുനിയുകയാണോ? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. അപ്പൊ നിഷേധികൾക്ക് നരകം നാം അവർക്ക് വിരുന്നായി, സൽക്കാരമായി നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പിന്നീട് പറയുകയാണ്. അപ്പൊ ഇവിടെ അഫഹസിബല്ലദീന കഫറു എന്ന് പിന്നീട് പറയുന്നത് പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളെ, വാക്കുകളെ കേൾക്കുവാനോ അറിയുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയാത്ത അവസ്ഥാവിശേഷം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി പൊതുവെ അവന്റെ സൃഷ്ടാവിനെ സ്വയം തന്നെ നിഷേധിക്കുന്നവനായിട്ട് മാറുകയും പിന്നീട് സത്യം കേൾക്കുവാനോ അറിയുവാനോ കഴിയാത്ത രൂപത്തിൽ മനസ്സും ചിന്തയും മാറിപ്പോകുകയും ചെയ്യുമെന്നുള്ള ഒരു വസ്തുതയെ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വാസ്തവത്തില് ഈ പറയുന്ന ആരെക്കുറിച്ചാണോ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്, അവർക്കെല്ലാം പ്രത്യക്ഷത്തിൽ കേൾവിയും കാഴ്ചയും സംസാര ശക്തി എല്ലാം ഉണ്ട്. അപ്പൊ അവര് കേൾക്കാത്തവരാണ്, അവര് സംസാരിക്കാത്തവരാണ് എന്നെല്ലാം പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവർ സത്യം കേൾക്കുവാനോ അറിയുവാനോ ശ്രമിക്കാത്തവരാണ്, അവർ ആ സത്യത്തെക്കുറിച്ച് മിണ്ടാത്തവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇടപെടൽ നടത്താത്തവരാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ അവർ ആ വിഷയം, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ കേൾക്കാത്തവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാത്തവരാണ് എന്നെല്ലാം പറയുന്നത്. അപ്പോ സത്യം കേൾക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ
അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ മനുഷ്യനിൽ ഉണ്ടായി തീർന്നാൽ പിന്നീട് അയാള് ഇച്ഛയെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രപഞ്ചനാഥനായ സർവശക്തനെ സ്വയം തന്നെ നിഷേധിക്കുകയും ആ സത്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യുന്ന രീതി അയാളിൽ ഉണ്ടാവും. അപ്പോ അത്തരം ആളുകൾ പിന്നീട് എങ്ങനെയായിരിക്കും അവരുടെ ജീവിത പരിസരങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. പടച്ചോനെ നിഷേധിക്കുന്ന ആളുകൾ തന്നെ അവര് ഭൗതിക ലോകത്ത് ചില ഇടയാളന്മാരെ അല്ലെങ്കിൽ ചില ആരാധ്യ വസ്തുക്കളെ സൃഷ്ടിക്കുമെന്ന് ഖുർആൻ ഫറോവയെ കുറിച്ച് പറഞ്ഞു പോകുന്നിടത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഫറോവ സ്വയം ഒരു നിഷേധിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് മൂസ പറയുന്ന ദൈവത്തെ ഒന്ന് കാണണം, അവനിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. യാ ഹാമാനു ഇബ്നിലി സറഅൻ ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ എന്നെല്ലാം പുച്ഛഭാവേനെ മൂസാ നബിയെ നോക്കിക്കൊണ്ട് തൻ്റെ സെക്രട്ടറിയായ അല്ലെങ്കിൽ തൻ്റെ കൈകാര്യകർത്താവായ ഹാമാനെ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് ഫറവ പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഫറോവക്ക് ചില ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ മൂസയെ ഒഴിവാക്കുകയാണോ? പിന്നെ നമ്മുടെ പിന്നെ ഈ ദൈവങ്ങളെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ആരാധ്യ വസ്തുക്കളെ നിരാകരിക്കുന്ന മൂസയെ നമ്മൾ വെറുതെ അങ്ങ് ഒഴിവാക്കുകയാണോ എന്ന് അധികാര കേന്ദ്രത്തിലെ ചില ആളുകൾ ഫറോവയുടെ പിന്നെ അദ്ദേഹത്തിന്റെ വക്കാൽ മലക്കും മിൻ ഖൗമി ഫിർഔന എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അൻആമിലാണെന്നാണ് തോന്നുന്നത്, അല്ലെ? അൻആമിലല്ല അത്. അവിടെ ഫറോവയോട് ചോദിക്കുന്നുണ്ട്, മൂസയെ നമ്മൾ ഇങ്ങനെ വെറുതെ അങ്ങ് വിടുകയാണോ എന്ന് ചോദിക്കുമ്പോ പിന്നീട് ഫറോവ അതിന് ശക്തമായ ഉത്തരം നൽകുകയും അദ്ദേഹത്തെ ഞാൻ വിടില്ല, അദ്ദേഹത്തിന്റെ മുകളിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ ശക്തവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫറോവ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നിഷേധികളാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള ആരാധ്യ വസ്തുക്കള് അല്ലെങ്കിൽ ഔലിയാക്കന്മാര് ഉണ്ടാകും. അപ്പോ ഇവിടെയും അള്ളാഹു പറയാണ്, പടച്ചോനെ കേൾക്കാത്ത, അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കാത്ത, അതിനെക്കുറിച്ച് സംസാരിക്കാത്ത നിഷേധികളായ മനുഷ്യര് അവര് യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ, എന്റെ ദാസന്മാരെ എന്നെ കൂടാതെ കാര്യകർത്താക്കളാക്കുവാൻ അവർ തുനിയുകയാണോ? അപ്പൊ ഇവിടെ ഇബാദി എന്ന വാക്ക് അവിടെ നമ്മള് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെയാണ് പറഞ്ഞു വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവിടെ ഇബാദി എന്ന വാക്ക് ആരെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത് ഇന്നഹുമുൽ മുഅ്മിനൂന ബി അൽ മുഹിബ്ബൂന ഇലയ്യ, അവര് എന്നിൽ വിശ്വസിച്ച, നിർഭയത്വം പ്രാപിച്ച, എന്നെ ഇഷ്ടപ്പെടുന്ന അടിമകളാണ്. അല്ലദീന ഇഖ്താറു മുറാദാത്തില്ലാഹി അലാ ഇഖ്തിയാറാത്തി നുഫൂസിഹി, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാളും പ്രാധാന്യം നൽകുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ടവരുമാണ് എന്നാണ് ഇബാദി എന്ന വാക്കിനെ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് പടച്ചോന്റെ ഇഷ്ടങ്ങളെ, സ്രഷ്ടാവിന്റെ ഇഷ്ടങ്ങളെ തങ്ങളുടെ ഇഷ്ടങ്ങളാക്കി മാറ്റിയ ആ വ്യക്തികളെയാണ് അള്ളാഹു ഇബാദ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഖുർആന് ഇബാദ്, അബീദ് എന്ന വാക്ക് പലയിടങ്ങളിലും ഉപയോഗിച്ചു പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഈ ഇബാദ് എന്ന വാക്ക് ജലാലത്തിന്റെ അള്ളാഹു എന്ന നാമത്തോടൊപ്പം ചേർത്ത് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അബീദ് എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ഖുർആനിലൂടെ വായിച്ചു പോകുമ്പോൾ കാണാനും പറ്റും. ഉദാഹരണമായിട്ട് ഇബാദി എന്ന വാക്കിന് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, പരമകാരുണ്യവാനായ സ്രഷ്ടാവിന്റെ ദാസന്മാർ
അവര് യംശൂന അലൽ അർളി ഹൗന, വിനയാന്വിതരായി ഭൂമുഖത്ത് കൂടെ നടന്നു പോകും. പിന്നെ മറ്റൊരിടത്ത് അബീദ് എന്ന വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് വമാ റബ്ബുക ബി ളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു വല്ലാതെ ശിക്ഷിക്കുന്നവനല്ല, തന്റെ ദാസന്മാരെ ശിക്ഷിക്കുന്നവനല്ല എന്നൊരു പ്രയോഗവും കാണാൻ പറ്റും. അപ്പോ ഇവിടെ നാം പറഞ്ഞതുപോലെ ഇബാദി എന്ന വാക്കിനെ അത് ഈ ജലാലത്തിന്റെ നാമവുമായി ചേർത്ത് പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്, കുറെ ഇടങ്ങള് പിന്നെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇബാദുർ റഹ്മാൻ, അതുപോലെ തന്നെ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്നെ ഇബാദി എന്റെ അടിമകൾ, അല്ലാഹുവുമായിട്ട് അതിനെ ചേർത്ത് വെക്കുന്നത് കാണാൻ പറ്റും. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നബ്ബി നീ ഉണർത്തുക, നീ പറയുക, നബ്ബി ഇബാദി എന്റെ ദാസന്മാരോട്, അന്നി നിശ്ചയം ഞാൻ, അനൽ ഗഫൂറുർ റഹീം ഞാൻ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പറയുക. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ദാസന്മാർ, അവർക്ക് മുകളിൽ യാതൊരു ആധിപത്യവും നിനക്ക് നേടാൻ സാധ്യമല്ല. അപ്പോ ഇബാദി എന്ന വാക്ക് അള്ളാഹുവുമായി ചേർത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്നാല് അബീദ് എന്ന വാക്ക് അത് അള്ളാഹുവുമായിട്ടും ചിലപ്പോൾ മനുഷ്യരുമായിട്ടും അത് ചേർത്ത് ഉപയോഗിക്കും. മനുഷ്യന്റെ അടിമയാകുന്നതിന് അബീദ് എന്ന് പറയും. അതോടൊപ്പം തന്നെ പിന്നെ അള്ളാഹുവിന്റെ ദാസനാകുന്നതിനെയും ആ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. ഹസിബല്ലദീന കഫറു അൻ തത്തഖിദു ഇബാദി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ദാസന്മാരെ, മുഖർബീങ്ങളായ അള്ളാഹുവിന്റെ ആളുകളെ ഇവർ ഔലിയാക്കന്മാരായി മാറ്റിയിരിക്കുന്നു, ഇടയാളന്മാരായി, അവരുടെ ഇഷ്ട തോഴന്മാരായി അവർ മാറ്റിയിരിക്കുന്നു, ആരാധ്യ വസ്തുക്കളാക്കി അവർ മാറ്റിയിരിക്കുന്നു. അപ്പോ പിന്നീട് അള്ളാഹു ഈ ആയത്തിനെ ഇമാം ഷഅറാ വിശദീകരിച്ചുകൊണ്ട് 2-3 ആയത്തിനെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അഥവാ ലൈ യസ്തൻകിഫൽ മസീഹ അൻ യകൂന അബദൻ ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, അതുപോലെ തന്നെ വലൽ ലൈ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബദൻ ലില്ലാഹി വലൽ മലായികത്തുൽ മുഖറബൂൻ. അപ്പോ ഇവിടെ ചില ആളുകൾ അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടാതെ പോകുമ്പോൾ, നമ്മൾ മുമ്പ് ഈ വിഷയം മറ്റൊരു തരത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് അവൻ പ്രകൃതിയാൽ തന്നെ ഒരു ഏകനായ ശക്തിയെ സമ്മതിക്കുന്നവനാണ്, അവൻ അംഗീകരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി, അവനിലേക്ക് നോക്കി, അവൻ അതിന്റെ പിറകിൽ ഒരു മഹാശക്തിയുടെ കരമുണ്ട്, ഇത് സ്വയംഭൂവല്ല. കാരണം അവൻ നിർമ്മിക്കുന്നതിനെ അവന്റെ നാമം ചാർത്തി ഞാനാണത് നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വസ്തു നിർമ്മിച്ച് അതിൽ അവന്റെ നാമം ഒത്തിവെച്ച് അവന്റെ കഴിവിനെ അതിലൂടെ അവൻ പ്രകടിപ്പിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അവൻ ഒരിക്കലും തന്നെ ഇതൊന്നും വെറുതെ ഉണ്ടായതാണ് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോ ഇന്നേ വരെ ഭൂമിയിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രാദി ഗോളങ്ങളോ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ആരും വന്നതായിട്ട് മനുഷ്യൻ അറിയില്ല, അവന്റെ ചരിത്രത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, ഇതിന്റെ പിറകിൽ ഒരു ശക്തി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചൂണ്ടി ആരാണ് ഇതെല്ലാം സംവിധാനിച്ചവൻ എന്ന് മനുഷ്യനോട് ചോദിച്ചാൽ അവൻ അതൊരു മഹാശക്തിയാണ്, അല്ലെങ്കിൽ ദൈവമാണ്, ഈശ്വരനാണ്, അള്ളാഹുവാണ് എന്നെല്ലാം പറഞ്ഞ് അതിനോട് അവൻ പ്രതികരിക്കും. എന്നാൽ ആ പ്രതികരണത്തിന് ശേഷം ആ ശക്തിയുടെ മഹത്വം തിരിയാതെ പോകുന്ന മനുഷ്യൻ, അവന്റെ അളമത്ത് ബോധ്യപ്പെടാതെ പോകുന്ന മനുഷ്യൻ ആ ശക്തിക്ക് സമന്മാരെ സൃഷ്ടിക്കും. ചിലപ്പോൾ കല്ലായിരിക്കും, അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ ചില മനുഷ്യരായിരിക്കും. മനുഷ്യരെ തന്നെ അത്തരം സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും അവരിലേക്ക് അവരെ സ്നേഹിക്കുകയും
അവരിൽ നിന്ന് നന്മകൾ പ്രതീക്ഷിക്കുകയും അതെന്തോ തനിക്ക് ഉപദ്രവം ചെയ്യുമെന്ന രൂപേണെ അതിനെ ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടാകും. അത് പടച്ചോനെ ബോധ്യപ്പെടാതെ പോകുമ്പോണ്ടാകുന്ന ഒരു സംഗതിയാണ്. പടച്ചോനെ ബോധ്യപ്പെടാതെ പോകുമ്പോണ്ടാകുന്നത് എന്ന് പറഞ്ഞാല് ഫിത്രിയായിട്ട് ഒരു മനുഷ്യൻ അവന്റെ നാഥനെ സമ്മതിക്കുന്നുണ്ട്, ജഗദീശ്വരനെ അവൻ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ അറിവോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ആ സ്രഷ്ടാവിന്റെ നാഥന്റെ അളമത്തിനെ, മഹത്വത്തെ, ഗാംഭീര്യത്തെ, ഇടപെടലിനെ, ജ്ഞാനത്തെ എല്ലാം ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് അഖീദയുടെ പണ്ഡിതന്മാര് പിന്നെ 3 തരത്തിൽ തൗഹീദിനെ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ, പിന്നെ അള്ളാഹുവിന്റെ അസ്മാ സിഫത്തിലുള്ള തൗഹീദ്. അങ്ങനെ 3 തരത്തിലാണ് അഖീദയുടെ പണ്ഡിതന്മാർ തൗഹീദിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഉലൂഹിയത്തിനെ മനുഷ്യൻ സമ്മതിക്കാതെ പോകുകയും റുബൂബിയത്തിന്റെ മഹത്വത്തെ അവൻ അടുത്തറിയുകയും ചെയ്യുന്നു. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ റുബൂബിയത്തു അതാഉൻ എന്നാണ് വ്യാഖ്യാനിക്കുക. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബാണ്, പരിപാലകനാണെന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് എല്ലാ കാരുണ്യവും ചൊരിഞ്ഞു തരുന്നവനാണ്, എല്ലാ അനുഗ്രഹങ്ങളും സമ്മാനിക്കുന്നവനാണ്. മനുഷ്യൻ തന്നെയും അവന്റെ ചുറ്റുപാടും അവൻ അവൻ അനുഭവിക്കുന്ന ഓരോന്നും അള്ളാഹു റബ്ബാണ് എന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് അവന് ലഭിക്കുന്ന കാരുണ്യമാണ്, അള്ളാഹുവിന്റെ അതാ ആണ്. അപ്പൊ അതാ ലഭിച്ചു കഴിഞ്ഞാൽ, കരുണ ലഭിച്ചു കഴിഞ്ഞാൽ, കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ കീഴ്പ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അൽ ഉലൂഹിയത്തു തക്ലീഫുൻ, അത് പിന്നീട് ആരാണോ അത് നൽകിയത്, ആരാണോ ജീവൻ നൽകിയത്, ആരാണോ ജീവിതം നൽകിയത്, ആരാണോ അതിന് ശേഷം അവനെ കൈപിടിക്കുകയും അവന് എല്ലാ അനുഗ്രഹങ്ങളും ചുറ്റും ഒരുക്കി കൊടുക്കുകയും ചെയ്തത്, ആ നാഥന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടേണ്ടതുണ്ട്. അപ്പോ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവേണ്ടതാണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവേണ്ടതാണ്. അഥവാ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം നൽകുമ്പോൾ മനുഷ്യൻ ആ ദാതാവിന്റെ മുമ്പിൽ അവൻ വിനയാന്വിതനായി അവൻ സപ്താംഗം നമിക്കേണ്ടതുണ്ട്. അതാണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ. അത് തെക്ലീഫാണ്. തെക്ലീഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയം ആ ശക്തിയെ ബോധ്യപ്പെട്ട് ആ ശക്തിയോട് ഹൃദയം കൊണ്ട് കീഴ്പ്പെട്ട് അവന്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കേണ്ടവനാണ്. അതിനാൽ തെക്ലീഫ് എന്താണ്? ഇഫ് അൽ വലാ തഫ്അൽ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥന്റെ നിയമങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളലാണ്. അപ്പോ ആ ഉലൂഹിയത്തിനെ നന്നായി ബോധ്യപ്പെടണമെങ്കിൽ പടച്ച തമ്പുരാന്റെ അളമത്ത് ബോധ്യപ്പെടണം. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഉള്ളിലുള്ള പടച്ച തമ്പുരാന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചുള്ള നല്ല ബോധവും അറിവും ജ്ഞാനവും ആ വ്യക്തിക്കുണ്ടാവണം. അതില്ലാതെ പോയി കഴിഞ്ഞാല് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുകയും, ഇതൊക്കെ ആരാണ് സംവിധാനിച്ചതെന്ന് ചോദിച്ചാൽ അത് സർവേശ്വരനായ ഒരു നാഥനാണെന്ന് പറയുകയും, എന്നാൽ അതോടൊപ്പം തന്നെ ആ ശക്തിക്ക് കീഴ്പ്പെടുന്നതിൽ നിന്ന് അയാൾ മാറിക്കൊണ്ട് പല വസ്തുക്കളെ കീഴ്പ്പെട്ട് പൂജിച്ച് ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം മനുഷ്യരിലുണ്ടാകും. അതുകൊണ്ട് പൊതുവെ മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ഒരു ഏക മഹാശക്തിയെ സമ്മതിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ജീവിത ഇടങ്ങളിൽ പിന്നീട് അവർ 3ആയി വിഭജിക്കപ്പെടും. ഒന്ന്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഏക സത്യത്തെ സമ്മതിക്കും. വല ഇൻ സഅൽതഹു മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ എന്ന് നീ ചോദിക്കൂ. വല ഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് വാനലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. വല ഇൻ സഅൽതഹും മൻ ശഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ ആരെന്ന് നീ പോയി ചോദിച്ചു നോക്കൂ. വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ ആരാണ് സംവിധാനിച്ചവൻ, സൃഷ്ടിച്ചവൻ എന്ന് നീ ചോദിച്ചു നോക്കൂ. അതിനെല്ലാമുള്ള ഉത്തരം ലയഖൂലുന്ന അല്ലാഹ്, നിശ്ചയമായും
അതൊരു ഏക മഹാശക്തിയാണെന്ന് പറയും. ദൈവമാണ്, ഈശ്വരനാണ്, അള്ളാഹുവാണ് എന്നവർ ഉത്തരം നൽകും. എന്നാൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവരെന്താക്കും? അവർ അവർ നിർമ്മിച്ച വസ്തുക്കളിലേക്ക് അവർ ചാഞ്ഞു പോകുകയും ചെയ്യും. അതിനെ ഔലിയാക്കന്മാരായി അവർ മാറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളാക്കി അവർ തീർക്കുകയും ചെയ്യും. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി. ഖുൽ മൻ യർസുഖുക്കും, ആരാണ് നിങ്ങൾക്ക് ആകാശ ഭൂമികളിൽ വെള്ളവും ഭക്ഷണവും നൽകുന്നത്? അമ്മ യംലിക്കു സമഅ വൽ അബ്സ്വാറ, നിങ്ങളെ കേൾവികളും കാഴ്ചയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവനാരാണ്? അമ്മ യംലിക്കു സമഅ വൽ അബ്സ്വാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. നിർജീവ വസ്തുക്കളിൽ നിന്നും ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാരാണ്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്, നിശ്ചയമായും അത് ഏകേശ്വരനാണെന്ന് അവർ പറയും, ഏകനായ ഒരു ശക്തിയാണെന്ന് അവർ പറയും. ലയഖൂലുന്നല്ലാഹ്. അപ്പോ ഖുൽ അഫലാ തത്തഖൂൻ, കണ്ടോ, നിങ്ങൾ ഇതിനെല്ലാം നിങ്ങൾ ഒരു ശക്തിയാണെന്ന് പറയുന്നു, ഏകനായ ആരാധ്യനാണ്, ദൈവമാണെന്ന് അവർ പറയുന്നു. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെ സൂക്ഷ്മത പാലിക്കുന്നില്ല? ദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, ഇതെല്ലാം നൽകുന്നവനാണ് നിങ്ങളുടെ പരിപാലകനായ നാഥൻ. ദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദ്വലാ ഫഅന്നാ തുസ്റഫൂൻ. സത്യത്തിന് ശേഷം പിന്നീട് അസത്യമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ, ആരാണ് നിങ്ങളെ വഴിപിഴപ്പിക്കുന്നത്? അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് എന്താക്കുന്നു? ഇത്തരം വസ്തുക്കളിലേക്ക് അവൻ ചാഞ്ഞു പോകുകയോ അതിനെ ഭയപ്പെടുകയോ ആ വസ്തുക്കളെ ആരാധിക്കുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടാകുന്നു. ഇതിന് കാരണം അവൻ സ്വയം ഏറ്റു സമ്മതിക്കുന്ന നാഥന്റെ മഹത്വത്തെ ബോധ്യപ്പെടാതെ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ അവൻ ആ സത്യത്തെ പൂർണാർത്ഥത്തിൽ പിന്നീട് മറച്ചു പിടിക്കാൻ അവൻ തുനിയുന്നത് അവന്റെ ഇച്ഛാ പൂർത്തീകരണത്തിന് വേണ്ടിയുമാണ്. അപ്പോ മനുഷ്യർ നാം ഈ പറഞ്ഞതുപോലെ അവന്റെ ജീവിത പദങ്ങളിൽ മൂന്നായി അവൻ വിഭജിക്കപ്പെടുന്നു. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സമ്മതിക്കുന്നു. പിന്നീട് അവന്റെ ജീവിത വഴികളിൽ മൂന്നായി തിരിയുന്നു. ഒരു വിഭാഗം ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ആരാണ് എന്ന് ചോദിച്ചാൽ, ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു നാഥനാണ്, ഈ ഈശ്വരനാണ്, അള്ളാഹുവാണെന്ന് അവൻ സമ്മതിക്കുന്നു ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അവന്റെ ഉള്ളിൽ ആ സത്യത്തെ സമ്മതിക്കുമ്പോൾ തന്നെ വായ കൊണ്ട് നിഷേധിച്ച് അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. അത് അവന്റെ ഭൗതികമായ പല താല്പര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഇക്കാരം അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുക. ഇത് ഖുർആൻ പറയുന്ന വസ്തുതയാണ്. അവർ അഹങ്കാരികളും അതുപോലെ തന്നെ മഹാ അക്രമികളുമായി പിന്നെ മാറിയതിന്റെ ഫലമായിട്ടാണ് അവർ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. ളുൽമൻ വഉലുവ, അവർ അഹങ്കാരികളും അതുപോലെ തന്നെ ധിക്കാരികളുമായി മാറിയത് കൊണ്ട് തന്നെ അവരുടെ ഉള്ള് ആ സത്യത്തെ സമ്മതിക്കുമ്പോഴും വായ കൊണ്ട് ആ സത്യത്തെ നിഷേധിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ വൈദാജാഅത്തുഹും ആയാതുന മുബ്സിറത്തൻ, അവർക്ക് വെളിച്ചം നൽകുന്ന, അവരുടെ ഉള്ളിൽ പ്രഭ ചൊരിയുന്ന, അവരുടെ കാഴ്ചകളെ പിന്നെ തിളക്കമാർന്ന ഒന്നാക്കി മാറ്റുന്ന മഹാദൃഷ്ടാന്തങ്ങള് അവരുടെ മുമ്പിൽ നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ, വെച്ചു കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് അതിനെ നിഷേധിക്കും. അവരുടെ വായ കൊണ്ട് നിഷേധിക്കും. ആ സത്യത്തിന്റെ പിറകിൽ ഒരു ശക്തിയില്ല എന്നവർ പറയും. എന്നാൽ അവരുടെ ഹൃദയം ആ സത്യത്തെ ആ നിമിഷവും സമ്മതിച്ചു കൊണ്ടേയിരിക്കും. അതെല്ലാം ചെയ്യുന്നത് അവര് അഹങ്കാരികളും നിഷേധികളും അക്രമികളുമായതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് അതിന്റെ പിറകിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാകും. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടേക്കാരം അത്തരത്തിലുള്ള വൃത്തികേടുകളെല്ലാം ഇത്തരം പൂർണ്ണ നിഷേധികൾ ചെയ്യുക. അത് നമ്മുടെ പരിസരങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോ പിന്നെ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നില്ല യസ്തൻകിഫൽ മസീഹ അൻ യകൂന അബ്ദൻ ലില്ലാഹ്. പിന്നെ ഈസാ നബി ഒരിക്കലും വൈമനസ്യം കാണിക്കുകയില്ല. അൻ യകൂന അബ്ദൻ ലില്ലാഹി, അദ്ദേഹം അള്ളാഹുവിന്റെ ദാസനായി നിലകൊള്ളുന്നതിൽ അദ്ദേഹത്തിന് ഒരു വൈമനസ്യവുമില്ല. അതോടൊപ്പം തന്നെ മലായികത്തുൽ മുഖറബൂൻ, അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന മാലാഖമാർക്കും
ഒരു വൈമനസ്യവുമില്ല. അവര് പിന്നെ അള്ളാഹുവിന്റെ ദാസരായി നിലകൊള്ളുന്നതിന്. അപ്പോൾ പിന്നെ അവരെ എങ്ങനെയാണ് ദൈവമാക്കുക? അവരെ എങ്ങനെയാണ് നിങ്ങൾ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റുക? നമ്മുടെ പരിസരങ്ങളിലെല്ലാം തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യക്ഷത്തിൽ നല്ല കോലങ്ങളും നല്ല രൂപങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ അവരുടെ ഇടപെടലുണ്ടല്ലോ, അവരുടെ ജീവിതങ്ങളുണ്ടല്ലോ, ഇത്തരം ആളുകളെ, അള്ളാഹുവിന്റെ ഉത്തമരായ അടിമകളെ, ദാസന്മാരെ അവര് പൂജിക്കുന്ന, ആരാധിക്കുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപകടകരമായ അവസ്ഥാവിശേഷമാണ് ഇത്തരം ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും പ്രവാചകനെ പിൻപറ്റുന്നവരെന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്? അതാണ് നമ്മൾ പറഞ്ഞത്, പടച്ചോനെ നന്നായി ബോധ്യപ്പെട്ടവന് മാത്രമേ അള്ളാഹുവിനെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുവാനും പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതനായി ജീവിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ പലർക്കും മനുഷ്യൻ ചാർത്തിക്കൊടുക്കും. അതിന്റെ എല്ലാം പിറകിൽ ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഏത് നിലപാട് സ്വീകരിക്കുമ്പോഴും അതിന്റെ എല്ലാം പിറകിൽ ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവും. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യരെ തെറ്റായ വഴിയിലേക്ക് വിളിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്ത് അന്യായമായി അവരുടെ സമ്പത്തുകൾ ഭക്ഷിക്കുവാനുള്ള, അതിനെ തെറ്റായ വഴിയിലൂടെ തങ്ങളുടെ പക്കലെത്തിക്കുവാനുള്ള കുതന്ത്രങ്ങൾ അതിന്റെ പിറകിലുണ്ടാവും. അതുകൊണ്ട് സൂറത്ത് ബഖറ ചോദിക്കുന്നുണ്ട്, അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ മനുഷ്യരുടെ സമ്പത്തുകൾ അന്യായമായി നിങ്ങൾ ഭക്ഷിക്കുകയാണോ? അതിന് നിങ്ങളുടെ മേലാളന്മാരിൽ നിന്നും നിങ്ങളുടെ മേലാളന്മാരിൽ നിന്നും അതിന് വേണ്ടി നിങ്ങൾ പിന്നെ ഫത്വകൾ സ്വീകരിക്കുകയാണോ, സാധുതകൾ ഉണ്ടാക്കി എടുക്കുകയാണോ എന്നെല്ലാം അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ ദുർബലരായ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരായിരിക്കും. പടച്ചോനെ ബോധ്യപ്പെടാതെ പോകുമ്പോൾ ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങളെ മാത്രം ലക്ഷ്യമാക്കുന്നവരായിരിക്കും ഇവര്. ലോകത്ത് പ്രവാചകന്മാരെ പോലും ദൈവിക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവരെ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു സമൂഹങ്ങൾ രൂപപ്പെട്ടത് തന്നെ അവരിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന ചില തെറ്റായ തോന്നലുകൾ കൊണ്ടാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. ആ മുഅ്ജിസത്തിനെ അവരുടെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും മനുഷ്യർക്ക് ഹിദായത്തിന് അതിലൂടെ വഴിയൊരുക്കുവാനും, ഇതെല്ലാം എൻ്റെ നാഥന്റെ ഇഷ്ടം മൂലം, അവന്റെ കൽപ്പന മൂലം, അവൻ നൽകിയ ചില കഴിവുകൾ മൂലം മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് തുറന്നു പറഞ്ഞു പോകുകയും ചെയ്തവരാണ് അവര്. അങ്ങനെ പറഞ്ഞിട്ടും അത്തരം ആളുകളെ ദൈവിക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവരെ പൂജിക്കുന്ന ആളുകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ ജനസമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ ആളുകളെ പുതിയ ലോകത്തും കൊണ്ടുവരികയും പടച്ച തമ്പുരാന് മാത്രം ചാർത്തി കൊടുക്കേണ്ട ഗുണവിശേഷങ്ങളെ ഇത്തരം അവർ കൊണ്ടുവരുന്ന ആളുകൾക്ക് ചാർത്തി കൊടുത്ത് മനുഷ്യരുടെ വിശ്വാസത്തിൽ എല്ലാ അർത്ഥത്തിലും ദുർബലത സൃഷ്ടിച്ച് പടച്ചോനോടുള്ള ഭക്തിയും അവനോടുള്ള കീഴ്വണക്കത്തെയും പൊളിച്ച് അവരെ ഒന്നുമല്ലാത്ത നിഷേധികളാക്കി മാറ്റുന്ന അവസ്ഥാവിശേഷം നമുക്ക് ചുറ്റും ഇന്ന് ഭീകരമായ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത ഈ ആയത്ത് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കട്ടെ. ഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി. അപ്പൊ ഇവിടെ കഫറു എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിഷേധികൾ, ഫഹസിബല്ലദീന കഫറു,
നിഷേധികൾ ധരിക്കുകയാണോ എന്ന് അല്ലാഹു ഇവിടെ ചോദിക്കുമ്പോൾ പടച്ചോനെ നന്നായി മനസ്സിലാകാതെ പോകുന്ന അവസ്ഥാവിശേഷം അത് നമ്മിൽ കുഫർ സൃഷ്ടിക്കും, നിഷേധം സൃഷ്ടിക്കും എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബാദി മിൻ ദൂനി ഔലിയ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. ഇത്തരം നിഷേധികൾക്ക് നാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് സമ്മാനമായി, അവർക്ക് വിരുന്നായി നാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു വീണ്ടും അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന, വീണ്ടും കാഫിർ എന്ന പ്രയോഗം നടത്തിക്കൊണ്ട്, നിഷേധി എന്ന പ്രയോഗം നടത്തിക്കൊണ്ട്, സത്യം മറച്ചു പിടിക്കുന്നവൻ എന്ന ആ പ്രയോഗം നടത്തിക്കൊണ്ട് വീണ്ടും അള്ളാഹു അതിന്റെ ഗൗരവത്തെ അള്ളാഹു സൂചിപ്പിക്കുകയാണ് ഇവിടെ. മേലെ അഫഹസിബല്ലദീന കഫറു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല എന്ന് പറയുമ്പോൾ അതിന്റെ അപകടത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മുടെ പരിസരങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരേ സമയം പ്രവാചകന്റെ മഹത്വം പാടിപ്പുകഴ്ത്തുന്ന, മറ്റൊരിടത്ത് ബാങ്കിന്റെ വിളിയാളം കേട്ടുകഴിഞ്ഞാല് മനോഹരമായി സൊഫ് കെട്ടി പടച്ചോന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങള് നമ്മുടെ പരിസരങ്ങളെ മലീമസമാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ വിശാലത്തിന് ബോധ്യപ്പെടാത്ത രൂപത്തിൽ, മറ്റുള്ളവർക്ക് ഒരു നിലക്കും തിരിയാത്ത രൂപത്തിൽ ഇത്തരം ആളുകൾ അതിൽ വെള്ളം ചേർക്കുകയും അതിൽ മായം ചേർക്കുകയും അതിനെ എല്ലാ അർത്ഥത്തിലും അതിനെ ദുർബലപ്പെടുത്താനുള്ള പണികൾ അത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പടച്ചോനെ മനസ്സിലാകുക, അതിന് നമ്മളിലേക്ക് നോക്കിയാൽ മതി. ഉത്തമരായ ആളുകൾ നടന്നു പോയ വഴികളെ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. അവരുടെ കാൽപ്പാടുകളെ പിന്തുടരേണ്ടവരാണ്. അവരിലും എങ്ങനെയാണ് പടച്ചോന്റെ അടുത്ത മനുഷ്യരായി മാറിയത്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി മാറിയത്, അവരെങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിച്ചവരായി മാറിയത്, ആ വഴികളെ സ്വീകരിക്കേണ്ടവരാണ്. അങ്ങനെ അവർ പടച്ചവനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും അവർ അള്ളാഹുവിനെ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളുവാനുമുള്ള ത്വരയും വാഞ്ചയും ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നതിന് പകരം അവരിൽ എന്തോ മഹത്വമുണ്ട്, അവർക്ക് എന്തോ നമുക്ക് ചെയ്യാൻ കഴിയും, അവർക്ക് നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഉപകാരം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യാൻ കഴിയും എന്ന രൂപേണെ അത്തരം ആളുകളെ പല രൂപത്തിൽ ആരാധിക്കുകയോ പൂജിക്കുകയോ അല്ലെങ്കിൽ വാഴ്ത്തുകയോ ചെയ്യുന്നതെല്ലാം തന്നെ മഹാ അപകടമാണ്. മനുഷ്യര്, അമ്പിയാക്കന്മാർക്ക് മാത്രമാണ് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഷഫായത്തിനുള്ള അവസരമുള്ളത്. അതിൽ തന്നെ മുഹമ്മദ് റസൂലുള്ളയാണ് ഷഫായത്തിന് പൂർണ്ണാവകാശി എന്ന് പഠിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഇതിന്റെ മുമ്പിലുള്ള ഒരു ആയത്തിൽ നമ്മൾ പറഞ്ഞു, ഞാൻ മഹ്ശറയിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ അർശിന്റെ തൂണ് പിടിച്ചുകൊണ്ട് മൂസയെ ഞാൻ കണ്ടു. എങ്ങനെയാണ് മൂസ അവിടെ എത്തിയത് എന്ന് എനിക്കറിയില്ല എന്ന് പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുന്ന ലോകമാണ് മഹ്ശറ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തൊട്ടടുത്ത് ഇനി ആ ഭീകരമായ മനുഷ്യരെല്ലാവരും അഭിമുഖീകരിക്കുന്ന ആ ലോകത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ ആരും സഹായത്തിനില്ലാത്ത ഇടമാണ് മരണാനന്തര ജീവിതം ഹിസാബ് ചെയ്യപ്പെടുന്ന വേള എന്നുള്ളത്. ഈ പറയുന്ന എല്ലാവരും ഈസാ നബി അലൈഹി സ്വലാമിനെ അവര് ദൈവപുത്രനാക്കി മാറ്റി ആ മഹാപ്രവാചകനെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ പ്രവാചകനെ അള്ളാഹു സൂറത്ത് മാഇദന്റെ അവസാനം ആ പ്രവാചകനെ തന്നെ ചോദ്യം ചെയ്യുന്ന വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയെ അള്ളാഹു പറയുന്നു. ഒരേ സമയം അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് ആ സമയം സംവദിക്കുകയും, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നുവെങ്കിൽ പിന്നെ നീ മഹാ ഔദാര്യവാനാണെന്നും നീ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ അവിടെയും വാഴ്ത്തുന്ന ഒരു പ്രവാചകനെ നമ്മൾ സൂറത്ത് മാഇദയുടെ അവസാനം പഠിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ അവസ്ഥയാണത്.
അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് സൂറത്ത് മാഇദന്റെ അവസാനം. യൗമുൽ ഖിയാമയിൽ ഒരു പ്രവാചകനെ അള്ളാഹു വിചാരണ ചെയ്യുന്ന, ആ പ്രവാചകനെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗമാണത്. അപ്പോ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും പാഴ്വേലയാണ് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും നിങ്ങൾ ഈ പാടിപ്പുകഴ്ത്തി തെറ്റായ എന്തൊക്കെയോ കൾട്ടുകൾ കൊണ്ടുവന്ന് മനുഷ്യരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന ഈ പ്രവണത അത് നിങ്ങൾക്ക് തന്നെ അപകടം സൃഷ്ടിക്കുമെന്ന് സൂറത്ത് മാഇദയുടെ അവസാനം ഈസാ നബിയെ ചോദ്യം ചെയ്യുന്ന ഭാഗത്തെ വിവരിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനും പടച്ചോനെ നന്നായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ അളമത്ത് ഉൾക്കൊണ്ട് അവന്റെ അസ്മാ സിഫത്തിലെ തൗഹീദിനെ നന്നായി മനസ്സിലാക്കി പടച്ചോനെ കീഴ്പ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ആയത്തിലെ ചർച്ച ഇന്ന് അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.